ഒരു ഹാപ്പി കസ്റ്റമർ റിവ്യൂ ആട്ടോ. മേഡം എവിടുന്നാ മേഡം വരുന്നത്? മൂവാറ്റുപുഴയിൽ നമ്മളെ തേടി ഇവിടെ വരെ എത്തി. അപ്പൊ എങ്ങനെ നമ്മുടെ ഷോപ്പിനെ കുറിച്ച്? ഞാനിങ്ങനെ ചുമ്മാ ജസ്റ്റ് അന്ന് വീഡിയോയിൽ യാദൃശ്യമായിട്ട് യൂട്യൂബിൽ കണ്ടതാണ്. അത് കഴിഞ്ഞ പിന്നെ അത് ഇങ്ങനെ എപ്പോഴും കാണും. എപ്പോഴും കാണും. സാറിന് തലവേദനയാണോ എപ്പോഴും? കൊല്ലത്തൊരു സംഭവം ഉണ്ട്. എവിടെയാ കരുനാഗപ്പള്ളി, എവിടെയാ കരുനാഗപ്പള്ളി, എവിടെയാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കടന്നു പോയിട്ടുണ്ട്. സ്ഥലം ഇതറിയില്ല, ലൊക്കേഷൻ അറിയില്ല. പക്ഷെ കരുനാഗപ്പള്ളി പോകാൻ കുഴപ്പമില്ല, എന്തായാലും അവധി കിട്ടട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവധി കിട്ടി നേരെ പോകുന്നു. ക്രിസ്മസ് ഒക്കെ എങ്ങനെ നന്നായിട്ട് ആഘോഷിച്ചു? ആ കൂട്ടത്തിലൊരു നമ്മുടെ ഷോപ്പും കൂടെ വിസിറ്റ് ചെയ്തു. ഒത്തിരി സന്തോഷം. എടാ നിനക്ക് വല്ലതും പറയാനുണ്ടോ? അമ്മ എങ്ങനെ എപ്പോഴും ഇത് കാണും? മമ്മി കാണാറുണ്ട്. മമ്മിക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ട്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കൊടുത്തേ. അപ്പൊ മമ്മി സ്ഥിരമായിട്ട് കാണാൻ വേണ്ടിയിട്ടാ മമ്മി എപ്പോഴും പറയും പോണം, നല്ല കളക്ഷൻസ് ഉണ്ട്, അങ്ങനെ അടിപൊളിയാണെന്നൊക്കെ പറയും. ആന്റിയുടെ കാര്യമൊക്കെ പറയും. ഇഷ്ടമാണ് അങ്ങനെ വീഡിയോസ് കാണുന്ന ഇഷ്ടമാണ്. ഞാൻ 1-2 തവണ കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അമ്മയാണ് സ്ഥിരം കാണുന്നേ. മമ്മി കാണാണ്ടെന്നറിയാം. മോൻ എങ്ങനെ തോന്നുന്നു ഇവിടെ വന്നിട്ട്? ഓക്കെ ആണോ നിനക്ക് എല്ലാം കണ്ടിട്ടൊക്കെ? കണ്ടിട്ടൊക്കെ ഓക്കെയാ. മോനിക്ക് ഷർട്ടൊക്കെ കിട്ടിയോ? ഞാൻ ഷർട്ട് എടുത്തു. ഇഷ്ടപ്പെട്ട ഞാൻ തന്നെ എടുത്താ. അതല്ലേ മോന് നന്നായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്? സാറ്റിസ്ഫൈഡ്. സാറ് എന്തോ ഷർട്ടാണ് എടുത്തത്? ഇവര് പറഞ്ഞ് നമ്മളങ്ങ് സമ്മതിച്ചില്ലേ? ഇപ്പൊ ആണല്ലേ ഇവര് തരുന്ന അതാണ് ഏറ്റവും വലുതില്ലേ. പിന്നെ ഇപ്പൊ നമ്മൾ അൾട്രേഷൻ കൊടുത്തേക്ക് എല്ലാം ഇഷ്ടപ്പെട്ട എടുത്ത് കൂടെ വന്നപ്പോ തന്നെ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കിട്ടിയ കുട്ടി നല്ലതായിരുന്നു. അതെല്ലാം കറക്റ്റ് ആയിട്ട് സർവീസ് നന്നായിട്ട് നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോയി നന്നായിട്ട് കാണിച്ചു തന്ന പുള്ളിക്കാരി തന്നെ എല്ലാം സെലക്ട് ചെയ്ത് അങ്ങനെ നല്ല സാറ്റിസ്ഫാക്ഷൻ. ഞാൻ വിചാരിച്ചു ഇത്രയും ദൂരമൊക്കെ ഒത്തിരി ഷോപ്പുള്ളതാ, അവിടെ നിന്നൊക്കെ നമ്മളെ തേടി ഇവിടെ വരെ വന്നപ്പോ ഇല്ലടാ. അപ്പൊ നമുക്ക് സന്തോഷമല്ലേ അല്ലേ? അതാണ് അത്. ആ മോഡൽ ഉണ്ടെന്നറിയാം. പക്ഷെ നമുക്ക് ഒത്തിരി നോക്കാനുള്ള സമയം കിട്ടില്ല. എങ്കിലും ആ സമയത്തുമ്പോൾ ഇത്രയും എടുത്തില്ലേ നമ്മളല്ലേ? അത്യാവശ്യം എടുക്കാൻ പറ്റി, പെട്ടെന്ന് എടുത്തു. സാധാരണ നമ്മുടെ ഷോപ്പിൽ പോയി ഒത്തിരി നേരം സെലക്ട് ചെയ്ത് നിൽക്കത്തില്ലേ? ഇപ്പൊ പറഞ്ഞത് കുറച്ചുകൂടെ നേരത്തെ വരണമായിരുന്നു, കുറെ നേരം ഇവിടെ ഇരിക്കണമായിരുന്നു. ആണോ? ഇനി ഞാൻ പറഞ്ഞു നേരത്തെ ഇച്ചിരി പ്ലാൻ ചെയ്തിട്ട് അപ്പൊ നമുക്ക് കുറെ കൂടെ ഇരിക്കാം. മോളെ നിനക്ക് വല്ലതും പറയാനുണ്ടോ? അത് പിന്നെ വന്നോളം തൊട്ട് അവൾ അങ്ങനെ അധികം സംസാരിക്കാറില്ല കേട്ടോ. അതിന് പകരം മേഡമാണ് എല്ലാ കാര്യങ്ങളും പറയാനുള്ളത്. ഇവനും നന്നായിട്ട് സംസാരിക്കട്ടെ. അപ്പൊ വീഡിയോയുടെ മുമ്പ് സംസാരിക്കാൻ മടിയാ. നല്ലൊരു മോട്ടിവേഷൻ ചെയ്യുന്ന ആളും കൂടെ കേട്ടോ. ഇപ്പൊ അവനൊന്നും പറയാനില്ല. എന്തെങ്കിലും പറയാം ഞങ്ങളെ കുറിച്ചൊക്കെ വല്ലതും പറയാനുണ്ടോടാ? ഇല്ല, അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്നതല്ലേ. അതാ മോട്ടിവേഷനെ അതാ. നന്നായിട്ട് ക്ലാസ് ഒക്കെ എടുക്കുമോ? 1-2 അടുത്ത് കോളേജസിലൊക്കെ എടുത്തിട്ടുണ്ട്. ആണല്ലേ? അപ്പം അത്രയും നല്ലൊരാളാട്ടോ. അപ്പൊ ഞങ്ങൾക്ക് കൂടെ ഒക്കെ മോട്ടിവേഷനൊക്കെ തരണം അല്ലേ? നമുക്കൂടെ ഒക്കെ തരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇതിനെക്കാട്ടി ബ്രില്യൻ്റ് ആവാൻ ശ്രമിക്കും. നമ്മളൊക്കെ ആയാലും ഞാനൊക്കെ ആയാലും ഒരുപാട് മോട്ടിവേഷനൊക്കെ കേട്ടിട്ടൊക്കെയാണ് ഇതിനകത്തൂടെ ഒക്കെ ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അത്രയും ദൂരത്തു നിന്നൊക്കെ വന്നാണ്ടോ മേഡം ഒക്കെ? അപ്പൊ എല്ലാവർക്കും എടുക്കാൻ പറ്റുമല്ലോ മേഡം? ആര് വന്നാലും എടുക്കാൻ പറ്റും. ഏത് റേഞ്ചിലും കിട്ടും. എല്ലാ റേഞ്ചിലും ഉണ്ടല്ലേ? അതാണ് നമ്മുടെ പ്രത്യേകത അല്ലേ? അപ്പൊ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നമുക്ക് ബൈ പറയാം. ബൈ.